നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വിപണിയിൽ ശക്തമായ ഒരു തിരിച്ചുവരവാണ് ഈ വാരം നമ്മൾ കണ്ടത്. 8300 മുകളിലേക്ക് 8400 അരികിലേക്ക് നിഫ്റ്റി എത്തുന്നത് ഈ വാരം കണ്ടു. പല അനുകൂല ഘടകങ്ങളും ഈ വാരം വിപണിക്ക് ഉണ്ടായിരുന്നു. ആഗോള തലത്തിൽ തന്നെ കുറച്ച് മെച്ചപ്പെട്ട കാര്യങ്ങൾ വന്നു. പക്ഷേ ചൈനയിൽ വലിയ തോതിലൊരു തിരിച്ചടി ചൈനീസ് ഓഹരി വിപണിയിൽ ഉണ്ടാകുന്നതും ഈ വാരം കണ്ടു. അതുപോലെ ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. ഭുവനേന്ദ്രൻ, ഒരു വലിയ തിരിച്ചുവരവാണ് വിപണിയിൽ ഉണ്ടായത്. 8400 അരികിലേക്ക് നിഫ്റ്റി എത്തി. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം? ഇതൊന്ന് 2-3 റീസൺസ്. ഈ റീസൺ എപ്പോഴും പുതിയ ന്യൂസുകളൊന്നും മാർക്കറ്റിൽ വരുന്നില്ല. എല്ലാം സെയിം റീസൺ. മൺസൂൺ മോശമാണെന്ന് പറയും, മൺസൂൺ ബെറ്റർ ആണെന്ന് പറയും. മാർക്കറ്റ് അതിനോട് വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യും. ലാസ്റ്റ് വീക്കിന്റെ കറക്ഷന്റെ റീസൺ പോലും മൺസൂൺ മോശമാകും, ഗ്രീസിനെ കുറിച്ചുള്ള കൺസേൺ ആയിരുന്നു. ഗ്രീസ് ഡെപ്റ്റ് ക്രൈസിസ് ഓവർകം ചെയ്യും എന്നുള്ള ന്യൂസ് ആയിരുന്നു. വ്യാഴാഴ്ച വരെ മാർക്കറ്റിൽ റിക്കവറി സംഭവിച്ചു. അതാണ് 8400 മുകളിൽ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും ഗ്രീസ് ഒരു കൺസേൺ ആകുന്ന ഗ്രീസിന്റെ ഇഷ്യൂ വീണ്ടും നീണ്ടുപോവുകയാണ്. എഗെയിൻ 30th ചൊവ്വാഴ്ച വീണ്ടും ഗ്രീസിന്റെ ആ ഡെപ്റ്റ് ക്രൈസിസ് ഓവർകം ചെയ്യാനുള്ള മെഷേഴ്സുമായിട്ട് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് വരുന്നു. അതിൽ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ ഫർദർ ആയിട്ട് പ്രതീക്ഷിക്കുക. അപ്പോൾ ഒന്ന് ഗ്രീസ് തന്നെയാണ് ഈ പ്രാവശ്യത്തെ ആ റൈഡിന് ഒരു പരിധിവരെ ആ 8400 ബ്രേക്ക് ചെയ്ത് പോകാൻ പ്രധാന നെഗറ്റീവ് ന്യൂസ് ആയി വന്ന ഗ്ലോബൽ ന്യൂസായ ഗ്രീസ് തന്നെയായിരുന്നു. ദെൻ മൺസൂൺ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ബെറ്ററായി വരുന്നുണ്ട്. അതെ, വിപണി അതിനോടും വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. ആ സമയത്താണ് ഗ്രീസ് വ്യാഴാഴ്ച പ്രോബ്ലം സോൾവ് ആകും എന്ന് വിചാരിച്ചിരുന്നിടത്ത് അത് വീണ്ടും നീണ്ടുപോവുകയാണ്. അപ്പോൾ അതൊരു കൺസേൺ തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലെ മാർക്കറ്റിന്റെ മൂവ്, ഗ്ലോബൽ മാർക്കറ്റിന്റെ ഒക്കെ തന്നെ മൂവ് തീരുമാനിക്കുന്നത് ഗ്രീസിന്റെ ക്രൈസിസ് എങ്ങനെ ഓവർകം ചെയ്യാൻ സാധിക്കും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓവറോൾ മാർക്കറ്റിന്റെ മൂവ്മെന്റ് പോസിറ്റീവാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ക്രൂഷ്യൽ ക്ലോസിംഗ് 8400 ബിലോ 8380 എന്ന് പറയുന്ന ലെവലിൽ ക്ലോസ് ചെയ്തു. അഗെയിൻ ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റ് ഒരു 200 പോയിന്റ്സിനുള്ള റൈഡിനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. പിന്നെ FISന്റെ ഈ ഒരു വീക്ക് ആക്ടിവിറ്റി FISന്റെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും കുറവായിരുന്നു നോർമലി. പക്ഷേ 2 ഇൻസ്റ്റിറ്റ്യൂഷനും ബൈയിങ് സൈഡിൽ വന്നു എന്നുള്ളത് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണാം. മാർക്കറ്റിന്റെ അറിയാമല്ലോ, ഇപ്പോൾ PF ഫണ്ട് വരുന്നു. ഇതൊക്കെ തന്നെ ലോങ് റണ്ണിൽ മാർക്കറ്റ് എനിക്കൊന്ന് പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത. ഷോർട്ട് ടൈം ഒരു 2 ഫസ്റ്റ് ഇനിയിപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീക്ക് ജൂലൈ സീരീസ് പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്തു. ജൂലൈ ഒരു റിസൾട്ട് സീസണാണ്. അപ്പോൾ റിസൾട്ടിനനുസരിച്ചുള്ള മുമ്പ് അടുത്തൊരു 10-15 ഡേയ്സിനുള്ളിൽ റിസൾട്ട് വന്നു തുടങ്ങും. അപ്പോൾ ജൂലൈ സീരീസ് എനിക്ക് തോന്നുന്നത് ഒരു 8650 ലെവൽ വരെ പോകാനുള്ള ഇപ്പോഴത്തെ രീതിയിൽ സാഹചര്യമുണ്ട്. അതേസമയത്ത് ജൂലൈ സീരീസിന്റെ മൂവ് തീരുമാനിക്കുന്നത് സ്വാഭാവികമായിട്ടും മൺസൂൺ ഒരു പരിധിവരെ അത് ബെറ്റർ ആയി വരുന്നു. ദെൻ ഗ്രീസ്, ദെൻ റിസൾട്ട് ആയിരിക്കാം. ആ ജൂലൈ സീരീസ് ചിലപ്പോൾ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വരികയും ഗ്ലോബൽ ന്യൂസ് അനുകൂലമായി വന്നാൽ 8800 വരെ പോകാനുള്ള പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷെ ഇപ്പോഴത്തെ ഗ്രീസ് പ്രശ്നം സോൾവ് ആകുന്നു. മൺസൂൺ ചെറിയ രീതിയിൽ ബെറ്ററായി ഒരു ആവറേജ് റിസൾട്ട് വരികയാണെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ 8650 വരെ പോകാനുള്ള ഒരു സ്ട്രെങ്ത് മാർക്കറ്റിനുണ്ട്. ഡൗൺ സൈഡ് അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പോഴത്തെ രീതിയിൽ 8280 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ലെവലാണ്. ഒരു മാസം മുമ്പ് നമ്മൾ പറഞ്ഞില്ല, മാർക്കറ്റ് റൈഡ് വന്നതിന് ശേഷം എപ്പോഴും ആ 8300 to 80 എന്ന് പറയുന്ന ലെവൽ വീണ്ടും ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണായിട്ട് ഹോൾഡ് ചെയ്യാനാണ് സാധ്യത. ഇപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഒരു കറക്ഷൻ വന്നാൽ പോലും അത് ചിലപ്പോൾ ആ 280ക്ക് മുകളിലേക്ക് വീണ്ടും അവിടുന്ന് ഒരു ഷാർപ്പായിട്ടുള്ള റിക്കവറി വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് 8280 ബ്രേക്ക് ചെയ്ത് ട്രേഡ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും 8000 മാർക്ക് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൊമെന്റം കുറച്ച് പോസിറ്റീവ് ആയതുകൊണ്ട് അതിനുള്ള സാധ്യത കുറവാണ്. വീണ്ടും ഗ്രീസ് ഒരു കൺസേൺ ആയി വരികയാണെങ്കിൽ മാത്രമേ എഗെയിൻ മാർക്കറ്റിൽ 8280 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു പോളിസി അനൗൺസ്മെന്റ് സെബിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പ്രത്യേകിച്ചും സ്റ്റാർട്ടപ്പുകൾക്ക് വിപണിയിൽ നിന്നും പണം സമാഹരിക്കാനുള്ള സ്റ്റാർട്ടപ്പുകൾ ലിസ്റ്റ് ചെയ്യാനുള്ള ഒരുപക്ഷെ കൂടുതൽ ആളുകളെ വിപണിയിലേക്ക് ആകർഷിക്കാനുള്ള ഒരു സാധ്യത, പുതിയ ഇൻവെസ്റ്റേഴ്സിനെ അടക്കമുള്ളവരെ വിപണിയിൽ എത്തിക്കാനുള്ള ഒരു അവസരം വീണ്ടും സെബി ഒരുക്കാൻ പോവുകയാണ്. അല്ല, തീർച്ചയായിട്ടും IPO വളരെ കുറവാണ്. ഇതിന്റെ ഒരു റീസൺ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഇല്ല എന്നുള്ളത്. നമുക്ക് എപ്പോഴും മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് നെഗറ്റീവ് ആകുമ്പോൾ IPO വരില്ല. കാരണം എത്ര സ്റ്റാർട്ടപ്പ് എന്ത് സെബി കൊണ്ടുവന്നാലും ആ ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് വരണം. ഇപ്പം നമ്മൾക്ക് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് കുറയണം. ബാങ്കിന് ഇപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കുകളെ സംബന്ധിച്ച് അവർക്ക് ഫണ്ടില്ല. റീക്യാപിറ്റലൈസേഷനൊക്കെ പെട്ടെന്ന് കൊണ്ടുവരേണ്ടതാണ്. ഫണ്ട് വേണം, ലെൻഡിങ് വരണം, ലെൻഡിങ് റേറ്റ് കുറയണം. ഇങ്ങനെയൊക്കെ വന്നാലേ ഗ്രോത്തിലേക്ക് വരികയുള്ളൂ. അപ്പോൾ എത്ര സെബി ഇനീഷ്യേറ്റീവ് എടുത്താലും സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് എന്തൊക്കെ ഫേവറബിൾ ചെയ്താലും മാർക്കറ്റ് പോസിറ്റീവ് അല്ലെങ്കിൽ ഇതൊന്നും സക്സസ് ആയി വരില്ല. കാരണം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വരണം.
അവരുടെ കോൺഫിഡൻസ് വന്നെങ്കിൽ മാത്രമേ ഈ പുതിയ IPO വന്നാൽ പോലും സക്സസ് ആവുള്ളൂ. ഇനിയിപ്പോൾ 2 IPO വരുന്നു. ഇതൊക്കെ സക്സസ് ആകണമെങ്കിൽ ഓവറോൾ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം കുറച്ചുകൂടെ പോസിറ്റീവ്, ഇക്കണോമിയിൽ ഗ്രോത്തിൻ്റെ സൈൻ കണ്ടു തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ മാത്രം ഇപ്പോൾ മാർക്കറ്റ് ഒരു 10,000 മാർക്ക് ബ്രേക്ക് ചെയ്താൽ കൂടുതൽ IPO വരാനുള്ള സാധ്യതയുണ്ട്. പല IPOയും മാറ്റി വെച്ചിരിക്കുക. കാരണം അവർക്കൊരു ഫിയറാണ്. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. സെബി എങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുക, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ്, ഇപ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന പോളിസികളൊക്കെ തന്നെ ആയിരിക്കും കുറച്ചുകൂടെ ഫാസ്റ്റ് ആകുകയാണെങ്കിൽ മാത്രമേ ഫോറിൻ ഫണ്ട് ഇന്ത്യയിലേക്ക് വരികയുള്ളൂ. മുമ്പേ ചൈനീസ് മാർക്കറ്റിലുണ്ടാകുന്ന ചൈനീസ് മാർക്കറ്റ് ഏറ്റവും ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലാസ്റ്റ് വീക്ക് വന്നിരിക്കുന്ന കറക്ഷനൊക്കെ അവരുടെ മാർജിൻ ഫണ്ടിങ് സ്ട്രിക്റ്റ് ആക്കാൻ പോകുന്നു, അങ്ങനെയുള്ള ചില ന്യൂസുകൾ. കാരണം ഹ്യൂജ് സ്പെക്കുലേഷനൊക്കെയാണ് ചൈനയിൽ നടക്കുന്നത്. വെച്ചാൽ വലിയൊരു ഫണ്ട് ഫ്ലോ ചൈനയിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലേക്കും ഈ ഒരു ഫ്ലോ വരികയാണെങ്കിൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു ഫ്ലോ വന്നാൽ നമ്മളുടെ മാർക്കറ്റും ഭയങ്കര ഹൈയിലേക്ക് അങ്ങ് പോകും. പക്ഷേ അതൊരു ഡേഞ്ചറാണ്. എപ്പോഴും മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് മൂവ് ചെയ്യുന്നതാണ് നല്ലത്. വെറും ഒരു ഫണ്ട് ഫ്ലോ കൊണ്ട്, ഹ്യൂജ് ഫണ്ട് ഫ്ലോ കൊണ്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന അത്ര നല്ലതല്ല. GDPയിലും ഇൻഫ്ലേഷനിലും ഗ്രോത്തും ഒക്കെ ആ രീതിയിൽ ഇപ്പോഴത്തെ മൂവ്മെൻ്റ് ഉണ്ടല്ലോ മാർക്കറ്റ്, അതാണ് ഒരു റിയൽ ഗ്രോത്ത്. മാർക്കറ്റിൻ്റെ മൂവ് കറക്റ്റ് ചെയ്ത് പോകുന്നത് നല്ലത്. കാരണം ഓരോ ന്യൂസിനോടും മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഒരു മൂവ് എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രാക്കിലാണ് പോകുന്നത്. ഒരു ഹ്യൂജ് FI ഫണ്ട് ഫ്ലോ വന്ന് മാർക്കറ്റ് പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് നല്ലത്. കുറച്ചുകൂടെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടി സെബിയും ഗവൺമെൻറ്റൊക്കെ തന്നെ കുറച്ചുകൂടെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ കുറേയധികം കമ്പനികൾ ഡെറ്റിലാണ്. അതിൻ്റെ ഒരു പ്രധാന റീസൺ ഈ ഇൻട്രസ്റ്റ് ബേർഡൻ തന്നെയാണ്. അത് കുറച്ചുകൊണ്ട് വരാതെ ഒരിക്കലും ഗ്രോത്ത് വരില്ല. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് കമ്പനികൾ വരണമെങ്കിലും ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനും ബാങ്കുകൾ കൂടുതൽ ഫണ്ട് ലെൻഡ് ചെയ്യാനും ഉള്ളൊരു സാഹചര്യം വന്നെങ്കിൽ മാത്രമേ റിയൽ ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതിനുള്ള മൂവ് ഗവൺമെൻറ് ഭാഗത്തുനിന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നും എടുക്കുകയാണെങ്കിൽ മാത്രമേ ഇത് സക്സസ് ആവുകയുള്ളൂ. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഉള്ളവർ ആ സ്റ്റോക്ക് ഹൈയിൽ വെച്ചിരിക്കുകയാണ്. അതിന് ആർക്കും റിട്ടേൺ കിട്ടാത്തതുകൊണ്ട് ആരും മാർക്കറ്റിലേക്ക്, എനിക്ക് തോന്നുന്നു അവർക്കൊരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടതുപോലെയാണുള്ളത്. മാർക്കറ്റ് വാച്ചിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇതിലൊക്കെ ലഭിച്ച കത്തുകളിലേക്ക് വരാം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രീ ശരത് രാമചന്ദ്രന്റെ മെയിലാണ് ഏറ്റവും ആദ്യം. സൺഫാർമ, L&T, M&M, TCS എന്നീ സ്റ്റോക്കുകളെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒപ്പം തന്നെ ടാറ്റ സ്റ്റീൽ, അശോക് ലേലൻഡ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, IDFC, ICICI ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളെ കുറിച്ചും അദ്ദേഹത്തിന് അറിയാൻ ആഗ്രഹമുണ്ട്. എല്ലാ സ്റ്റോക്കും ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്, വളരെ നല്ല സ്റ്റോക്ക് സെലക്ഷനാണ്. ഇതിൽ സൺഫാർമ വളരെ ഷാർപ്പായുള്ള കറക്ഷൻ നേരിട്ടു, ചെറിയ റിക്കവറി സൈൻ ഈ സ്റ്റോക്കിൽ കാണിക്കുന്നു. ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. സൺഫാർമ, ഗ്ലെൻമാർക്ക്, ഈ ഫാർമ സെക്ടറിൽ ഈ ലൂപ്പിൽ ആ സ്റ്റോക്കൊക്കെ തന്നെ ഒരു ഫെയർ വാല്യൂലാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. സൺഫാർമയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. അതുപോലെ തന്നെ ലൂപ്പിൻ, ഗ്ലെൻമാർക്കൊക്കെ തന്നെ ഇപ്പോഴത്തെ രീതിയിൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്ക് തന്നെയാണ്. കുറച്ചുകൂടെ ചിലപ്പോൾ വീണ്ടും കറക്ഷൻ മാർക്കറ്റിൽ സംഭവിക്കാം. അപ്പോൾ ഓരോ കറക്ഷനും ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. സൺഫാർമ 800 ആണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട്, ദെൻ 771. ഇപ്പോഴത്തെ സൺഫാർമയുടെ മൂവ് ഒരു പോസിറ്റീവ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു മൊമെൻറ്റം പോസിറ്റീവായി സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അഗൈൻ 950 മാർക്കിലേക്ക് പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. സൺഫാർമ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹത്തിന് പരിഗണിക്കാം. വീണ്ടും 2 സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഇതിന് L&T ആണ്. L&T തീർച്ചയായിട്ടും പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരേണ്ട ഒരു സ്റ്റോക്കാണ്. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. ഇന്ത്യയുടെ ഗ്രോത്ത് ത്രൂ L&T ആയിരിക്കും. അപ്പോൾ അത് L&T ഇല്ലാതെ ഇന്ത്യ ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ പോർട്ട്ഫോളിയോയിലും L&T കൊണ്ടുവരുന്ന ഒന്നായിരിക്കും. ഇപ്പോഴത്തെ വാല്യുവേഷൻ പോലും വളരെ ഫെയർ ആണ്. 1700, 1560 2 സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്യുന്നു. 1950 ആണ് സ്റ്റോക്കിൽ. മാർക്കറ്റിൽ ഒരു ഗ്രീസ് കൺസേൺ ഒക്കെ മാറുകയും മൺസൂൺ കൂടുതൽ ബെറ്ററായി വരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റിൽ ഒരു റൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അങ്ങനെ ഒരു മൂവ് വരികയാണെങ്കിൽ L&T വീണ്ടും 1950ലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ദെൻ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 1200. മൺസൂൺ ബെറ്റർ ആകുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയെ സംബന്ധിച്ചൊക്കെ തന്നെ പോസിറ്റീവാണ്. അഗൈൻ 1200, 1120 2 സപ്പോർട്ട് ലെവലാണ്. 1120 വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈവൻ 1200 എന്ന് പറയുന്ന ഒരു മേജർ സപ്പോർട്ട് സോൺ തന്നെയാണ്. 1450 ആണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയയാണ്. ആ ഒരു ലെവൽ എനിക്ക് തോന്നുന്നു ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവരെ സംബന്ധിച്ച് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ TCS ആണ്. TCS ഇൻഫോസിസ് ഇപ്പോഴും ഒരു ബൈയിങ് കാൻഡിഡേറ്റ് തന്നെയാണ്. പക്ഷേ വാല്യുവേഷൻ കുറച്ചൊരു ഹൈയിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു കറക്ഷനോടുകൂടി ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 2500 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 2500 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് 2300 to 2270
ആ ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. ഈവൻ 2300 ബിലോ ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുക. 2750 ആണ് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ആ ഒരു ലെവൽ പ്രോഫിറ്റ് ബുക്കിംഗ് ലെവൽ തന്നെയാണ്. ദെൻ ടാറ്റ സ്റ്റീലാണ്. ടാറ്റ സ്റ്റീൽ സെക്ടറൊക്കെ തന്നെ ഒരു നെഗറ്റീവ് സോണിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റീൽ സെക്ടറിൻ്റെ മിനിസ്ട്രി ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടാനുള്ളൊരു മൂവൊക്കെ എടുക്കുന്നുണ്ട്. സ്റ്റീലിനെ സംബന്ധിച്ച് അതൊരു ഇപ്പോഴത്തെ രീതിയിൽ ഒരു നെഗറ്റീവ് ഗ്ലോബലി ഡിമാൻഡ് കുറഞ്ഞതാണ്. അതുപോലെ ടാറ്റ സ്റ്റീലിന് അവരുടെ പ്ലാന്റിൽ ചില ഇഷ്യൂ ഒക്കെ ലാസ്റ്റ് മന്തിലുണ്ടായിരുന്നു. ഇതൊക്കെ സോൾവ് ചെയ്ത് വരുന്നു. എഗെയിൻ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ സ്റ്റോക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. കാരണം എല്ലാ ഇൻവെസ്റ്റേഴ്സും എനിക്ക് തോന്നുന്നൊരു 450 എബോവ് ആണ് എല്ലാവരും ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. കാരണം അതിന് മുകളിൽ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ റൈഡിൽ പോലും 570 വരെ മൂവ് ചെയ്ത സ്റ്റോക്കാണ് ഇന്ന് ഓൾമോസ്റ്റ് വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ഈ സ്റ്റോക്ക് ആവറേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. 280 ആൻഡ് 250 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 340 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ അശോക് ലെയ്ലാൻഡ് വീണ്ടും മാർക്കറ്റിൽ റിക്കവറി സംഭവിച്ചപ്പോൾ ഒരു ബൗൺസ് ബാക്ക് ചെയ്തു ഈ സ്റ്റോക്ക്. 65 ആണ് എഗെയിൻ ഒരു സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ദെൻ 54 വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ വരികയാണെങ്കിൽ മാത്രം വരാം. 65 ഒരു മേജർ സപ്പോർട്ട് സോണായിട്ട് ഇപ്പോഴത്തെ രീതിയിൽ ഹോൾഡ് ചെയ്യുന്നു. 76 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് ഒരു ടാർഗറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. ദെൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് 22 ആൻഡ് 20 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 29 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ മോട്ടോഴ്സ് ആണ്. വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂലാണ്. ഈവൻ ഞാൻ L&T, ടാറ്റ മോട്ടോഴ്സ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാവുന്ന നല്ല വാല്യുവേഷനിലാണ് ഇപ്പോൾ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. എഗെയിൻ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 400 ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ മൊമെൻറ്റം ടാറ്റ മോട്ടോഴ്സിൻ്റെ പോസിറ്റീവാണ്. അതുകൊണ്ട് ആ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ലെവൽ വരെ പോകാം. 450 ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ എഗൈൻ 480 ലെവലിലേക്ക് സ്റ്റോക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. 400 ആൻഡ് 380 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ദെൻ IDFC ആണ്. IDFC ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ വാല്യൂവിലാണ്. ഈ റൈഡിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത വളരെ ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഒരു തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. എഗൈൻ 142 ആൻഡ് 135 ലെവൽ വരാനുള്ള സാധ്യത കുറവാണ്. ഈവൻ കറണ്ട് ലെവൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് അഡ്വൈസബിൾ ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. 158 ഒരു മൈനർ റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നു. ദെൻ ICICI ബാങ്ക് വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സ്റ്റോക്കിൽ കണ്ടു. വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തു. വാല്യുവേഷൻ ഒരു ഫെയർ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. എഗൈൻ 280 ഒരു മേജർ സപ്പോർട്ട് സോൺ തന്നെയാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 254. ഈ 280 എന്ന് പറയുന്ന ഒരു മേജർ സപ്പോർട്ട് സോണാണ്. 254 എന്ന് പറയുന്നത് മാർക്കറ്റിൽ എല്ലാം നെഗറ്റീവ് ആവുകയാണെങ്കിൽ 8000 ബിലോ വീണ്ടും മാർക്കറ്റ് മൂവ് ചെയ്താൽ ആ ഒരു ലെവലിലേക്ക് വരാം. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ICICI ബാങ്കിനെ സംബന്ധിച്ച് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് നല്ല റിട്ടേൺ നൽകാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. 340 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ എല്ലാ സ്റ്റോക്കും ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. മറ്റ് ഇൻവെസ്റ്റേഴ്സിനും ഈ ഒരു ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന സ്റ്റോക്കാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത കത്തിലേക്ക് പോകാം. ശ്രീ പ്രദീപ് നമ്പ്യാരുടെ മെയിലാണ്. ഫിനോലെക്സ് കേബിൾ, ആക്സിസ് ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, ദിവ്യ മൂന്ന് സ്റ്റോക്കും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ഫണ്ടമെൻ്റലി സൗണ്ടാണ്. ഫിനോലെക്സ് കേബിൾ 210, 182 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 300 ആണ് സ്റ്റോക്കിൽ മേജർ റെസിസ്റ്റൻസ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് ഓരോ കറക്ഷനിലും ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ ആക്സിസ് ബാങ്ക് ആണ്. 520, 500 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ലാസ്റ്റ് കറക്ഷനിൽ ഈ സ്റ്റോക്ക് 500 അടുത്ത് വന്നതാണ്. അതിനുശേഷം വളരെ ഷാർപ്പായുള്ള റിക്കവറി സ്റ്റോക്കിൽ സംഭവിച്ചിരുന്നു. എഗെയിൻ 520 ആൻഡ് 500 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 625 ആണ് ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ആ ലെവലിലേക്ക് വരികയാണെങ്കിൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആയിരിക്കും. ദെൻ ടാറ്റ മോട്ടോഴ്സ് DVR ആണ്. 250 ആൻഡ് 232 ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ഈ രണ്ട് ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് ഇപ്പോഴും മൂവ് ചെയ്യുന്നത്. 300 ആണ് ഒരു മേജർ റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിന് 3 സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. വീണ്ടും കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് കുറച്ചുകൂടി ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ എബ്രാഹിം ടെമയിലാണ്. അദ്ദേഹത്തിന് അറിയേണ്ടത് റിലയൻസ് ഇൻഡസ്ട്രീസ്, L&T, ഒപ്പം തന്നെ L&T ഫിനാൻസ്. L&T നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. L&T ഫിനാൻസ്, ടാറ്റ സ്റ്റീൽ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആൻഡ് JP അസോസിയേറ്റ്സ്. റിലയൻസ് ഇൻഡസ്ട്രീസ് സേഫ് ആയിട്ടുള്ളൊരു ബെറ്റാണ്. റിലയൻസിൻ്റെ റിയൽ ഗ്രോത്ത് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ.
കണ്ടിന്യൂസ് മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ്. ഇപ്പോൾ 1000 മുകളിലേക്ക് മൂവ് ചെയ്തിരുന്നു. എഗെയിൻ മാർക്കറ്റിൽ റൈഡ് സംഭവിക്കുകയാണെങ്കിൽ അതിൽ റിലയൻസ് ഉണ്ടാകും, L&T ഉണ്ടാകും, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്. അതുകൊണ്ട് റിലയൻസ് ഒരിക്കലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സ്റ്റോക്കാണ്. റിലയൻസ് ജിയോ ഒക്കെ വരുന്ന ഇവരുടെ പ്രോഫിറ്റബിലിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട്. ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് നമുക്കറിയാം, വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. അപ്പോൾ പുതിയ റിസൾട്ട് വരുന്നതോടുകൂടി പുതിയ ഹൈയിലേക്ക് സ്റ്റോക്ക് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ഓരോ കറക്ഷനും റിലയൻസ് ഇൻഡസ്ട്രീസ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരുന്നത് നന്നായിരിക്കും. അതിൽ 960 and 900 എന്നുള്ള ലെവലിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു മേജർ സപ്പോർട്ട് സോണായിട്ട് 960 ഹോൾഡ് ചെയ്യുന്നു. 900ലേക്ക് വരണമെങ്കിൽ ഏതെങ്കിലും വളരെ മോശമായിട്ടുള്ള ന്യൂസ് വരികയാണെങ്കിൽ മാത്രമേ ആ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. 960 ഒരു മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. 1140 ആണ് സ്റ്റോക്കിൽ ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ആ സ്റ്റോക്കിൽ ആ ഒരു ലെവൽ വരികയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ദെൻ L&T ഫൈനാൻസ് വീണ്ടും കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. 60 and 54 രണ്ട് സപ്പോർട്ട് ലെവലാണ്. എല്ലാ എപ്പിസോഡിലും ഈ സ്റ്റോക്ക് വരുന്നതാണ്. ഇൻവെസ്റ്റേഴ്സിന് യാതൊരു റിട്ടേണും നൽകിയിട്ടില്ല, യാതൊരു മൂവും ഈ സ്റ്റോക്കിൽ കാണുന്നുമില്ല. കാരണം ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് ബെറ്റർ ആയിരുന്നു, അതിൻ്റെ റിഫ്ലക്ഷൻ പോലും ഈ സ്റ്റോക്കിൽ നമ്മൾ കണ്ടില്ല. മിഡ് ക്യാപ്പിലൊന്നും തന്നെ അത്രത്തോളം വലിയൊരു മൂവ് കണ്ടില്ല. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ സ്റ്റോക്കിലും കാണുന്നത്. 75 ആണ് സ്റ്റോക്കിലെ റെസിസ്റ്റൻസ്. ദെൻ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. അഗൈൻ 220 and 185 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 320 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ JP അസോസിയേറ്റ്സ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവോ എന്ന് ചോദിച്ചാൽ ഹ്യൂജ് ഡെറ്റിലാണ് ഈ കമ്പനി മൂവ് ചെയ്യുന്നത്. പല സ്റ്റെപ്സും മാനേജ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് ബേർഡൻ ഈ കമ്പനിയെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല യൂണിറ്റും സെല്ല് ചെയ്യാൻ അവർ ശ്രമിക്കുന്നു. ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപകർക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാം. കാരണം നഷ്ടപ്പെട്ടാൽ നമുക്ക് ഒരു 10 രൂപ നഷ്ടപ്പെടും. കാരണം വളരെ ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് വന്നതിന് ശേഷം വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി കണ്ടു ഈ സ്റ്റോക്കിൽ. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ. സ്പെക്കുലേറ്റീവ് മോഡിൽ വേണമെങ്കിൽ നമ്മൾക്ക് ഒരു ബൈ പരീക്ഷിക്കാം. എഗൈൻ 10 and 7 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 19 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ JP അസോസിയേറ്റ്സ് ഒഴിച്ച് ബാക്കി സ്റ്റോക്കൊക്കെ തന്നെ ഫണ്ടമെൻ്റലി സൗണ്ടാണ്. JP ഒരു സ്പെക്കുലേറ്റീവ് ഒരു ബ്ലഡ് ഉണ്ടെങ്കിൽ ആ സ്റ്റോക്ക് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം. മാർക്കറ്റ് വാച്ചിന്റെ ഈ ലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത്. ഹെഡ്ജ് ഗ്രീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ N. ഭുവനേന്ദ്രൻ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകും. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.